പഞ്ഞമാസമായ കർക്കിടകത്തിലെ ആദിവ്യാധികളകറ്റാൻ വടക്കേ മലബാറിലെ വീടുകളിൽ കർക്കിടക തെയ്യങ്ങൾ എത്തിത്തുടങ്ങി. ഗ്രാമങ്ങളിലെ ഇടവഴികളിൽ ചിലങ്കകൾ കിലുക്കി നടന്നകലുന്ന കുട്ടിത്തെയ്യങ്ങൾ ഗ്രാമനന്മയുടെ പ്രതീകങ്ങളാണ്. വണ്ണാൻ മലയ സമുദായക്കാർ കെട്ടിയാടുന്ന കുട്ടിത്തെയ്യങ്ങളാണ് വടക്കേ മലബാറിലെ പ്രധാന കർക്കിടക തെയ്യങ്ങൾ. എന്നാൽ കാസർഗോഡ് ജില്ലയിൽ മംഗലാപുരത്ത് നിന്നുള്ള നളിക്കത്തായ സമുദായത്തിൽപ്പെട്ടവർ കെട്ടിയാടുന്ന ഗളിഞ്ചൻ തെയ്യമാണ് പ്രധാന കർക്കിടക തെയ്യം. കർക്കിടകം 1-ാം തീയതി മുതൽ 30 വരെ ഒരു മാസക്കാലം കുട്ടിത്തെയ്യങ്ങൾ വീടുകൾ തോറും അനുഗ്രഹങ്ങൾ ചൊരിയാനെത്തും. ഗളിഞ്ചനെ അർജുനന്റെ പ്രതീകമായാണ് സങ്കല്പിച്ചു വരുന്നത്. കർക്കിടകം 16 മുതലാണ് മലയൻ സമുദായക്കാർ ആടിവേടൻ തെയ്യവും വണ്ണാൻ സമുദായക്കാർ വേടത്തി തെയ്യവുമായി ദേശസഞ്ചാരത്തിനിറങ്ങുക. കുരുക്ഷേത്ര യുദ്ധകാലത്ത് പാശുപതാസ്ത്രത്തിനു വേണ്ടി അർജുനൻ ശിവനെ തപസ്സു ചെയ്തതും അർജുനനെ പരീക്ഷിക്കാനായി ശിവൻ വേടനായി വന്ന് തപസ് മുടക്കുന്നതുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് കർക്കിടക തെയ്യങ്ങൾക്ക് പിന്നിൽ. ഈ വേടന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന് അർജുനനോട് ഈ പന്നി ആവശ്യപ്പെടുന്നു. ആ സമയത്ത് അർജുനൻ പന്നിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തപസ് നിന്ന് ഉണർന്നിട്ട് വേടനുമായിട്ട് യുദ്ധം ചെയ്യുന്നു. ഓരോ അസ്ത്രവും വേടന്റെ മേലിലേക്ക് തൊടുത്തു വിടുമ്പോഴും അതൊക്കെ പുഷ്പമായിട്ട് മാറുന്നു. ഈ അതിശയം കണ്ടിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ അർജുനൻ വിളിക്കുന്നു. ആ നേരത്ത് ശ്രീകൃഷ്ണൻ പ്രത്യക്ഷനായിട്ട് അർജുനനോട് പറയുന്നു, ഇത് ഭഗവാൻ പരമശിവനാണ്, പാർവതിയുമാണ്, വേടനും വേടത്തിയായിട്ട് നിന്നെ പരീക്ഷിക്കാൻ വന്നതാണ്, നിന്റെ തപസ് എത്രത്തോളം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയുന്നു. രാവിലെ ഒരു പ്രദേശത്തെത്തുന്ന തെയ്യം അവിടുത്തെ ക്ഷേത്രം, ദേവസ്ഥാനം, കാവുകൾ എന്നിവയിൽ ഏതെങ്കിലും ഒരിടത്താണ് ആദ്യം ചെണ്ടകൊട്ടിയാടുക. തുടർന്ന് വീടുകൾ തോറും കയറിയിറങ്ങും. വീട്ടുമുറ്റത്ത് തെയ്യമാടിക്കഴിഞ്ഞാൽ വീട്ടിലെ മുതിർന്ന സ്ത്രീ തളികയിൽ ഭസ്മം കലക്കിയ വെള്ളവും കത്തിച്ച തിരിയുമായി മുറ്റത്തെത്തും. തളികയും തിരിയും വടക്കോട്ട് 3 പ്രാവശ്യം ഒഴിഞ്ഞുമറിക്കും. ഇങ്ങനെ ചെയ്താൽ ഇതിനോടൊപ്പം കർക്കിടക ദോഷങ്ങൾ, അസുഖങ്ങൾ, വ്യാധികൾ തുടങ്ങിയ ദുഷ്ടതകളെല്ലാം പോയി മറിയുമെന്നാണ് വിശ്വാസം. സമുദായത്തിലെ ഇളയ തലമുറയിൽപ്പെട്ടവരാണ് മിക്കപ്പോഴും കോലമണിയുക. രാവിലെ 7 മണിയാകുമ്പോഴേക്കും വേഷങ്ങളണിഞ്ഞ് പുറപ്പെടും. സന്ധ്യയ്ക്ക് മുമ്പേ തിരിച്ചെത്തി വേഷമഴിക്കണം. വീടുകളിൽ നിന്ന് ദക്ഷിണയായി ലഭിക്കുന്ന പണം, അരി, പച്ചക്കറി, നെല്ല് തുടങ്ങിയവയാണ് ഇവരുടെ വരുമാനം. മാസാവസാനം കർക്കിടക സംക്രമ ദിവസത്തോടെയാണ് സമാപനം. തെയ്യക്കോലമണിഞ്ഞയാൾ അടുത്തുള്ള സമുദ്രത്തിൽ പോയി മുങ്ങി നിവരുന്നതോടെ നാട്ടിൻപുറങ്ങളിൽ നിന്നേറ്റെടുത്ത കർക്കിടകത്തിലെ സകല ജീർണതകളും ഒഴിവാകുകയും ചെയ്യുമെന്നുമാണ് വിശ്വാസം. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.